ഹായ് ഓൾ. അപ്പം ഞാനിന്ന് എൻ്റെ ന്യൂ ഇയർ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് കസിൻസ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ട്രിവാൻഡ്രത്തേക്ക് ഡ്രൈവ് ചെയ്തു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കോവളം ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇതിന് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര ത്രില്ലായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. നല്ല ദൂരം ഉണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങോട്ട് ചെല്ലാനായിട്ട്. കുറേ ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ കോവളത്തെത്തി. ഞങ്ങൾ കോവളത്ത് വന്ന് കയറി കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവിടുത്തെ വ്യൂ തന്നെ അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. ഞാൻ ഫസ്റ്റ് ബീച്ചിലോട്ട് ഇറങ്ങാൻ തന്നെ ഞങ്ങൾ കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്നു. അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ അവിടെ ഫുള്ള് കറങ്ങി ചുറ്റി കുറച്ച് അധികം നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി. അപ്പോഴും ബാക്കിയുള്ളവർ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ചുമ്മാ സൈഡിലൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ആഴുപുള്ളിയൊക്കെ കറങ്ങിയൊക്കെ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നേരെ ലൈറ്റ് ഹൗസ് കാണാമായിരുന്നു. ലൈറ്റ് ഹൗസ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു ഭാഗം തന്നെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ വലിയവരെല്ലാം ഇറങ്ങിയപ്പോൾ എന്നെയും കൂടെ വിളിച്ചു. അപ്പോൾ ഞാനും അവരുടെ കൂടെ പോയി. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഫോട്ടോസ് കുറച്ച് എടുക്കണം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ആദ്യം ഞങ്ങൾ വെള്ളത്തിൽ അത്രയും ആഴത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ കുറച്ച് ലെവലിലൊക്കെ നിന്നിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കളിക്കുന്നതിനിടയിൽ ഞങ്ങളൊരു ചെറിയ സ്ലോ മോഷൻ വീഡിയോ കൂടെ എടുത്തു. അത് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും കോവളം ഡെസ്റ്റിനേഷനായിട്ട് എടുത്തത് ഭയങ്കര വെർത്തായിരുന്നു. ഞങ്ങൾക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളവിടെ ഭയങ്കര ശാന്തമായിട്ടുള്ള കടലും തിരമാലയൊക്കെ ആയിരുന്നു. സേഫ്റ്റിയുടെ കാര്യമായിട്ടാണെങ്കിൽ അവിടെ കുറേ ഗാർഡ്സൊക്കെ ഉണ്ടായതുകൊണ്ട് സേഫായിട്ട് ഇറങ്ങാമായിരുന്നു. വെള്ളത്തിന് അത്ര ആഴമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഉള്ളി വരെ പോയി. എനിക്ക് ആ ഡേയുടെ പ്രത്യേകതയാണോന്ന് അറിയത്തില്ല. ചിലപ്പോൾ ആ ഡേയുടെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ശരിക്കും നിന്ന് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് അവിടെ ഇന്ന് തന്നെ സൺസെറ്റൊക്കെ കാണാമായിരുന്നു. ഏകദേശം 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കടലിൽ നിന്ന് കയറിയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെണ്ടമേളമൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ കുറേ രൂപങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് അവിടുത്തെ അമ്പലത്തിൻ്റെ വല്ലതുമാണോ അതോ ന്യൂ ഇയേഴ്സായിട്ട് സ്പെഷ്യലായിട്ട് വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കുറേ പുതിയ രൂപങ്ങളെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ പുതിയ കുറച്ച് ഇതിൽ കണ്ടിട്ടില്ലായിരുന്നു. റൂമിൽ കയറി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിനായിട്ട് റെസ്റ്റോറൻറ്റ്സ് കുറച്ച് തപ്പി. പിന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കാണുന്നത്. ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഡെക്കറേഷൻസ്, സെക്കൻഡ് ഇവിടുത്തെ ഗ്രാൻഡ് ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻസ് എന്ന് പറയുന്നത് ക്രിസ്മസ് തീമിലൊരു ഡെക്കറേഷനായിരുന്നു. അത് മാത്രം എനിക്ക് കുറേ ഫോറിനേഴ്സിനെ കാണാൻ പറ്റി. അതെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കുറേ പേര് ഞങ്ങൾക്ക് അവിടെ കാണാമായിരുന്നു. അതായത് കുറേ പേര് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടുത്തെ ഈ തലേ ബോയൊക്കെ വെച്ച് എൻ്റെ കസിനെയും ഗ്ലാസ്സസൊക്കെ ഇടിയിച്ച് ഞങ്ങളാണെങ്കിൽ അവിടെ അതിനകത്തിരുന്ന് തന്നെ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ആ ഒരു സമയം വെളിയിൽ തിരക്ക് കൂടുന്ന കണ്ടു. ഞങ്ങൾ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞ് റൂമിൽ പോയി മുകളിൽ നോക്കിയപ്പോൾ ഫുൾ ആൾക്കാർ. ഞാനെന്ത് ഇത്രയും ആൾക്കാർ അങ്ങനെ പറഞ്ഞ് എനിക്കങ്ങനെ മുകളിൽ ഇരിക്കണ്ടല്ലോ. ഞാനങ്ങനെ പതുക്കെ താഴോട്ടിറങ്ങി നടക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. സൈഡിൽ കൂടെ നോക്കിയാൽ പോകുന്നവരെല്ലാം കാണാൻ പറ്റും. അങ്ങനെ കാത്തിരുന്ന 12 മണി സമയം എത്തി. ഞങ്ങൾ നോക്കിയപ്പോൾ ചുറ്റും ഫയർ വർക്ക്സ് ആയിരുന്നു. എല്ലാ സൈഡിൽ നിന്നും പടക്കം പൊട്ടലായിരുന്നു. ഞങ്ങൾ പടക്കം പൊട്ടുന്നൊക്കെ കണ്ടുന്ന സമയത്ത് ബാക്കിൽ DJ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് ഭയങ്കര വൈബായിരുന്നു ആ ഒരു നൈറ്റ് എന്ന് പറയുന്നത്. ഫയർ വർക്ക്സ് ഏകദേശം 1 മണി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിശാലമായിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി കാണാൻ തുടങ്ങി. പിന്നെ നേരെ പോയത് ലുലു മാളിലേക്കായിരുന്നു.
മൊത്തത്തിൽ എനിക്ക് അവിടുത്തെ ലുലു മാളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല രസമുള്ള കുറേ സംഭവങ്ങൾ കിട്ടി. അവിടെയും നല്ല ക്രിസ്മസ് ടൈമിൽ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നുള്ള ഫോട്ടോഷൂട്ട് ആസ് യൂഷ്വൽ എടുക്കുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ അനിയത്തി പല ഭാഗങ്ങളിൽ പല പോസുകളിലൊക്കെ ചുമ്മാ എന്താണ്ടൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ ഫോട്ടോസും എടുത്തു. അപ്പോഴാണ് എനിക്ക് അവരുടെ കുറേ അവൾ എന്താണ്ടൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ഇവളെന്താ കാണിക്കുന്നത് ആ ഒരു മട്ടിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ക്രിസ്മസ് അപ്പൂപ്പനെ സ്നോമാനെ ഒന്നും ഞാൻ വെറുതെ വിട്ടില്ല, എല്ലാവരും എടുത്ത് ഫോട്ടോ എടുത്തു. എവിടെയൊക്കെ സ്ഥലം കിട്ടുന്നു അവിടെ നിന്നെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരുടെ ഫോട്ടോ ഞങ്ങൾ പകർത്തുകയായിരുന്നു. അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അവിടുന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് കുറച്ച് ഏറെ നേരം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് സാവധാനം ഇറങ്ങിയിട്ട് ഇനി വേറെ ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ല. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡും കഴിച്ചു. എന്തായാലും എൻ്റെ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ എങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.